ഹായ് എവരി വൺ, ഹയറിലേക്ക് വീണ്ടും സ്വാഗതം. 2025 എളുപ്പത്തിൽ PR അപ്ലൈ ചെയ്യാൻ പറ്റിയ കൺട്രീസ് അതർ ദാൻ UK ഏതൊക്കെയാണെന്ന് നോക്കാം. ഒരുപാട് പേർക്ക് നാട്ടിൽ നിന്ന് മൂവ് ചെയ്യാൻ ആഗ്രഹമുണ്ട്. വ്യത്യസ്ത ജോലികൾക്കായി അല്ലെങ്കിൽ അവിടുത്തെ ലൈഫ് സ്റ്റൈൽ, കൾച്ചർ, സെറ്റിൽമെന്റ്, സാലറി, അങ്ങനെ കുറെ റീസൺസ്. പക്ഷേ ഈ അടുത്തായി ഇമിഗ്രൻസിന്റെ വരവ് കൂടിയതുകൊണ്ട് പല രാജ്യങ്ങളും അവിടുത്തെ ഇമിഗ്രേഷൻ പോളിസിയിൽ വളരെയധികം മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഇത് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകും. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി കാനഡ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, UK എന്നിവ ഇമിഗ്രേഷൻ ന്യൂ പോളിസി നടപ്പിലാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് വർക്ക് വിസ ലഭിക്കാൻ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കും. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത് 2025 മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റിയ കൺട്രീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ബേസ്ഡ് ഓൺ ദെയർ ലൈഫ് സ്റ്റൈൽ, ടാക്സസ്, പിന്നെ അതുപോലെ തന്നെ ആവറേജ് സാലറി, മന്ത്ലി ലിവിംഗ് എക്സ്പെൻസ്, ഇത് പ്രകാരമാണ് ഞാൻ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ രാജ്യം ജർമ്മനി. ഉയർന്ന ജീവിത നിലവാരം പ്രദാനം ചെയ്യുന്ന ഒരു രാജ്യമാണ് ജർമ്മനി. ജർമ്മനിയിൽ ലേബർ ഷോർട്ടേജ് നികത്താൻ 400,000 ജോലിക്കാരനെയാണ് ആവശ്യമുള്ളത്. എഞ്ചിനീയർ, IT, ഹെൽത്ത് കെയർ സെക്ടർ, അങ്ങനെയുള്ള സെക്ടേഴ്സിലോട്ടാണ് ആവശ്യം കൂടുതലും. ഇതൊക്കെ കാരണമാണ് ജർമ്മനി ഓപ്പർച്യൂണിറ്റി കാർഡ് പ്രോഗ്രാം ഓപ്പൺ ചെയ്തത്. ദ ഓപ്പർച്യൂണിറ്റി കാർഡ് പ്രോഗ്രാം ആരംഭിച്ചത് 2024 ജൂൺ 1 ഈ പ്രോഗ്രാം നോൺ EU സിറ്റിസൺ, അതായത് ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ഫിലിപ്പീൻ അങ്ങനെയുള്ള നോൺ EU കൺട്രീസ്, യൂറോപ്യൻ യൂണിയനിൽ പെടാത്ത കൺട്രീസിൽ ഉള്ള രാജ്യക്കാർക്ക് ഈ ഒരു പ്രോഗ്രാമിന് അപ്ലൈ ചെയ്യാം. ഈ വിസയുടെ കാലാവധി എന്ന് പറയുന്നത് 1 ഇയർ കാലാവധിയിൽ ജോബ് സീക്കർ ആയി ജർമ്മനിയിൽ വന്ന് ജോലി നോക്കാൻ സാധിക്കും. അങ്ങനെ ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ വർക്ക് വിസ അല്ലെങ്കിൽ EU ബ്ലൂ കാർഡിന് അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് ഹയർ എഡ്യൂക്കേഷൻ ഡിഗ്രി ഉണ്ടെങ്കിൽ. അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ജർമ്മനി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്കിൽഡ് വിസ, അങ്ങനെയുള്ള ഒരുപാട് ഓപ്പണിങ്സ് ഇപ്പം നിലവിൽ ജർമ്മനിയിലുണ്ട്. ജർമ്മനിയിൽ ശരാശരി ആനുവൽ ഇൻകം 49,260 യൂറോസ് ആണ്. ലിവിംഗ് എക്സ്പെൻസ് ഒരു വ്യക്തിക്ക് പ്രതിമാസം 1,500 യൂറോ പ്രതീക്ഷിക്കാം. 4 അംഗ കുടുംബത്തിനാണെങ്കിൽ ഏകദേശം 3,500 യൂറോ പ്രതിമാസം ആവശ്യമാണ്. ജർമ്മനി ഒരു ഗുഡ് സാലറി റേഞ്ചസ് പറയുന്നത് 64,000 യൂറോ ടു 81,000 യൂറോ വരെയാണ്. കൂടാതെ ശരാശരി നികുതി, ആവറേജ് ടാക്സ് എന്ന് പറയുന്നത് 37.4%. നിലവിലുള്ള ജോലി സാധ്യതകൾ കൂടുതലും IT പ്രൊഫഷണൽ, എഞ്ചിനീയർ, ഹെൽത്ത് കെയർ പ്രൊഫഷണൽ, സ്കിൽഡ് ട്രേഡ് പേഴ്സൺ അങ്ങനെയുള്ള ഫീൽഡിലോട്ടാണ്. നിങ്ങൾ ഈ പറഞ്ഞ മേഖലയിൽ ആണെങ്കിൽ ജർമ്മനി നിങ്ങൾക്ക് നല്ലൊരു ഓപ്ഷൻ ആകും. നെക്സ്റ്റ് കൺട്രി പോർച്ചുഗലാണ്. മനോഹരമായ ഒരു കൺട്രിയാണ് പോർച്ചുഗൽ. യൂറസ് റിപ്പോർട്ട് പ്രകാരം യൂറോപ്യൻ രാജ്യങ്ങളിൽ ഏറ്റവും അധികം പ്രായമായ ജനസംഖ്യയുള്ളവരിൽ ഒരു രാജ്യമാണ് പോർച്ചുഗൽ. കൂടാതെ ജോബ് ഷോർട്ടേജ് പരിഹരിക്കാൻ ഫോറിൻ വർക്കേഴ്സിന് ആവശ്യമുള്ള രാജ്യമാണ് പോർച്ചുഗൽ. ഇതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഒരുപാട് വിസ ഓപ്പണിംഗ് പോർച്ചുഗൽ കൊണ്ടുവന്നത്. D7 വിസ, D8 വിസ ഫോർ റിമോട്ട് വർക്കേഴ്സ്, ഫോറിൻ വർക്കേഴ്സ് ആൻഡ് ഫ്രീലാൻസ് വർക്കേഴ്സ്, ഫോറിൻ വർക്കർ ആൻഡ് ഫ്രീലാൻസ് വർക്കർ വിസ, ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നവർക്ക് ഗോൾഡൻ വിസ, പിന്നെ ടെക് വിസ, ജോലി തേടാനായി ജോബ് സീക്കർ വിസ എന്നിവയും നൽകാറുണ്ട്. പോർച്ചുഗലിൽ ശരാശരി വരുമാനം, ആവറേജ് സാലറി പെർ ഇയർ 15,000 to 18,000 യൂറോസ്. ലിവിംഗ് എക്സ്പെൻസ് ഒരു മാസം മിനിമം ഒരാൾക്ക് 1,200 യൂറോ. ഒരു ഫാമിലിക്ക് മിനിമം 2,500 യൂറോ ആവശ്യമാണ്. ആവറേജ് ടാക്സ് റേറ്റ് 26.5%. പോർച്ചുഗലിൽ ഏറ്റവും കൂടുതൽ ലേബേഴ്സിന് ആവശ്യമുള്ള ഫീൽഡാണ് ഗാർഡൻ ആൻഡ് ഹോർട്ടിക്കൾച്ചർ ലേബേഴ്സ്, ക്രോപ്പ് ഫാമർ ലേബറേഴ്സ്, ഹെവി ട്രക്ക് ആൻഡ് ലോറി ഡ്രൈവേഴ്സ്, സ്വീയിങ് മെഷീൻ ഓപ്പറേറ്റർ, ഇലക്ട്രിക്കൽ മെക്കാനിക്സ് ആൻഡ് ഫിറ്റേഴ്സ്, അഗ്രികൾച്ചർ ആൻഡ് മെഷീനറി മെക്കാനിക്സ് ആൻഡ് റിപ്പയേഴ്സ്, മെറ്റൽ വർക്കേഴ്സ്, machine tool setters and operators, welders and frame cutters, plumbers and pipe fitters, layers and related workers. പിന്നെ അതുപോലെ തന്നെ പേഴ്സണൽ കെയർ വർക്കേഴ്സിന് ആവശ്യമുണ്ട്. ലൈക്ക് ബാർട്ടൻഡേഴ്സ്, വെയിറ്റേഴ്സ്, കുക്സ് ആൻഡ് കിച്ചൺ ഹെൽപ്പേഴ്സ്, ഹോട്ടൽ റിസപ്ഷനിസ്റ്റ്, ആപ്ലിക്കേഷൻ പ്രോഗ്രാമേഴ്സ്, സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ്, നഴ്സിംഗ് പ്രൊഫഷണൽ, ജേർണലിസ്റ്റ് ഓർ സ്പെഷ്യലിസ്റ്റ്, മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് ആൻഡ് ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സ്. നെക്സ്റ്റ് കൺട്രി സ്പെയിൻ. നല്ലൊരു രാജ്യമാണ് സ്പെയിൻ. അവിടുത്തെ കൾച്ചർ, ബീച്ചസ് ആൻഡ് ഡെലീഷ്യസ് ഫുഡ് എന്നിവയ്ക്ക് ഫേമസ് ആയ ഒരു രാജ്യമാണ് സ്പെയിൻ. സ്പെയിനിൽ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് കൂടുതലാണ്, 12.5% ഓവറാൾ, 26.4% ഇൻ യങ്ങർ ജനറേഷൻ. ഇതിൽ 2 കാര്യമുണ്ട്. കോമ്പറ്റീഷൻ വളരെ കൂടുതലായിരിക്കുമെന്ന് ഉറപ്പാണ്. പക്ഷേ ഫോറിൻ വർക്കേഴ്സിനായി ജോലി എപ്പോഴും അവൈലബിൾ ആണ്, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് പ്രധാനമുള്ള ജോലികൾ. മാഡ്രിഡ്, ബാഴ്സലോണ, വെലൻസിയ ആൻഡ് സെവില്ലെ ഈ സിറ്റീസിലോട്ട് ഒരുപാട് വിസ സ്പെയിൻ ഓഫർ ചെയ്യുന്നുണ്ട്. ഓൺട്രപ്രീനർ വിസ, EU ബ്ലൂ കാർഡ്, സീസണൽ വർക്കർ വിസ, അങ്ങനെ കുറെ കാറ്റഗറീസിൽ. ശരാശരി ആനുവൽ ഇൻകം 27,000 യൂറോസ് ആണ്. ലിവിംഗ് എക്സ്പെൻസ് പെർ മന്ത് ഒരാൾക്കാണെങ്കിൽ 1,750 യൂറോസ് ആണ്. ഫാമിലി ആണെങ്കിൽ 3,000 യൂറോസ് ആണ് ലിവിംഗ് എക്സ്പെൻസ്. ആവറേജ് ടാക്സ് 22.1%. മോസ്റ്റ് ഡിമാൻഡ് ഉള്ള ജോലികൾ സ്പെയിനിൽ ഏതൊക്കെയാണെന്ന് നോക്കാം. കമ്പ്യൂട്ടർ എഞ്ചിനീയേഴ്സ്, ഡാറ്റാ സയന്റിസ്റ്റ്, കമ്പ്യൂട്ടർ പ്രോഗ്രാമേഴ്സ്, ഇൻഡസ്ട്രിയൽ എഞ്ചിനീയേഴ്സ്, കമേഴ്ഷ്യൽ ടെക്നീഷ്യൻ, ബിസിനസ് ഡെവലപ്പേഴ്സ്, അക്കൗണ്ട് മാനേജേഴ്സ്, ഡോക്ടേഴ്സ്, IT സ്പെഷ്യലിസ്റ്റ് ആൻഡ് ഡ്രൈവേഴ്സ്.
കൂടാതെ ട്രാൻസ്പോർട്ടേഷൻ സെക്ടറിലും ലേബർ ഷോർട്ടേജ് ഉണ്ട്. ഇത് പരിഹരിക്കാൻ സ്പെയിനിൽ കൂടുതൽ ഫോറിൻ ഡ്രൈവേഴ്സിന് ആവശ്യമുണ്ട്. നിങ്ങൾ ഈ ഒരു ഫീൽഡിലാണ് ജോലി നോക്കുന്നുണ്ടെങ്കിൽ സ്പെയിൻ നിങ്ങൾക്ക് പറ്റിയ രാജ്യമാണ്. നെക്സ്റ്റ് കൺട്രി UAE. നമുക്ക് എല്ലാവർക്കും അറിയാം ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട് UAEയിൽ. ടാക്സ് ഫ്രീ കൺട്രി ആയതുകൊണ്ട് ഈ ലിസ്റ്റിൽ ഞാൻ ഉൾപ്പെടുത്തിയതാണ്. UAE നിലവിൽ ഹൈ ഡിമാൻഡ് ജോബ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. എഞ്ചിനീയേഴ്സ്, ഡാറ്റ സയന്റിസ്റ്റ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സ്പെഷ്യലിസ്റ്റ്, ഡാറ്റ അനാലിസ്റ്റ്, സൈബർ സെക്യൂരിറ്റി എക്സ്പേർട്സ്, റിന്യൂവൽ എനർജി എഞ്ചിനീയേഴ്സ്, ഹെൽത്ത് കെയർ പ്രൊഫഷണൽ, ഇ-കൊമേഴ്സ് സ്പെഷ്യലിസ്റ്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സ്പേർട്സ്, ബ്ലോക്ക് ചെയിൻ ഡെവലപ്പേഴ്സ്, പ്രൊജക്ട് മാനേജേഴ്സ്, സപ്ലൈ ചെയിൻ ആൻഡ് ലോജിസ്റ്റിക് മാനേജേഴ്സ്. നെക്സ്റ്റ് കൺട്രി നെതർലാൻഡ് ദ ഹാപ്പിയസ്റ്റ് കൺട്രി. സെറ്റിലാകാൻ പറ്റിയ ഒരു രാജ്യമാണ് നെതർലാൻഡിൽ കൂടുതലും 2 ടൈപ്പ് വിസ ഓപ്ഷനാണ് ഉള്ളത്. സ്കിൽഡ് മൈഗ്രന്റ് വിസ, സ്റ്റാർട്ടർ വിസ ഫോർ എന്റർപ്രിനേഴ്സ്. ആവറേജ് ആനുവൽ സാലറി എന്ന് പറയുന്നത് 35,000 യൂറോസ് ആണ്. ലിവിംഗ് എക്സ്പെൻസ് 1,500 യൂറോസ് ഏകദേശം ഒരാൾക്കാകും. ഒരു ഫാമിലിക്കാണെങ്കിൽ 3,500 യൂറോസ് ആവശ്യമുണ്ട്. ആവറേജ് ടാക്സ് 27.3% ആണ്. ഏറ്റവും ഡിമാൻഡുള്ള ജോലികൾ സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ്, ഡാറ്റ സയന്റിസ്റ്റ്, പ്രൊജക്ട് മാനേജേഴ്സ്, ഫിനാൻഷ്യൽ അനാലിസ്റ്റ്, മാർക്കറ്റിംഗ് മാനേജേഴ്സ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജേഴ്സ്, സൈബർ സെക്യൂരിറ്റി എക്സ്പേർട്സ്, അക്കൗണ്ട്സ്, ലീഗൽ അഡ്വൈസേഴ്സ് ആൻഡ് ബിസിനസ് അനാലിസ്റ്റ്. സോ ഞാൻ ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുക്കാം. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. ഞാൻ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ഏത് രാജ്യത്തേക്കാണ് മൈഗ്രേറ്റ് ചെയ്യാൻ നോക്കുന്നത് എന്ന് കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. ഞാൻ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു സൂൺ വിത്ത് ദ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ബൈ ബൈ.